അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലഘട്ടത്തിലായി പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന നിത്യനൂതനമായ വിപ്ലവ പ്രസ്ഥാനമായ എക്കാലവും പരിഷ്കൃതമായ പരിശുദ്ധ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ, പ്രവൃത്തികൾ ഈ സമുദായത്തിൽപ്പെട്ടവരുടെ മറ്റു സമുദായങ്ങളുടെ ഭാഗത്തു നിന്നല്ല, മറ്റു സമുദായങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ആദരവോ ബഹുമാനം വിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ടില്ല. അഥവാ ഇനി വലിയ രീതിയിലുള്ള ഏതെങ്കിലും വർഗീയ തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ നാം ജീവിക്കുമ്പോൾ അതൊരു വിഷയമല്ല. മറിച്ച് ഈ സമുദായത്തിൻ്റെ ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹിയെ ബഹുമാനിക്കുന്നവർ, അനുസരിക്കുന്നവർ, അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, നബിയെ അനുസരിക്കുന്നവർ, സ്വഹാബത്തിനെ അംഗീകരിക്കുന്നവർ, ദീനിനെ അനുസരിക്കുന്നവർ എന്ന് തോന്നുന്ന ആളുകളിൽ നിന്ന് അതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ വേദന ഉണ്ടാക്കുകയാണ്. വളരെ വേദന. അത് ഒരു സംഭവത്തിലൂടെ മാത്രമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ അതിന് ഉദാഹരണമായി എടുത്തു പറയാൻ കഴിയും. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ കാണാനിടയായി. ഫേസ്ബുക്കിലൂടെയും മറ്റു പലതിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ തെക്കൻ ഭാഗത്ത് എവിടെയെങ്ങാണ്ട് തഴവായിലോ കരുനാഗപ്പള്ളിക്കോ അവിടെ എങ്ങാണ്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരുത്തൻ ഏതാണ്ടൊരു തൊപ്പി വെച്ചിട്ടുണ്ട്, മൊയ്ലിയാരാണോ അല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു പയ്യൻ എന്തോ ചില എന്തൊക്കെ വർത്തമാനങ്ങൾ പറയുക, ചില പേയും പിച്ചുകൾ. അത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട്, കുറച്ചു കാലമായിട്ട് ഏർവാടി പോയി കുറേ പെണ്ണുങ്ങൾ ഏർവാടി പോയി ഇരിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരവരുടെ വീടുകളിലേക്ക് വന്നിട്ട് ഏർവാടിയിലെ ബാത്തുഷ എൻ്റെ ദേഹത്തുണ്ട്, ഇബ്രാഹിം ബാത്തുഷയാണ് ഞാൻ, എനിക്ക് അവിടെ നിന്ന് ഏർവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരു കുടിൽ വ്യവസായം നടത്തുന്ന സ്വഭാവമുണ്ട്. അത് അജ്മീറിൽ നിന്നുമുണ്ട്. അജ്മീറിൽ പോവുക, തിരിച്ചു വരിക, തിരിച്ചു വന്നാൽ അജ്മീർ ഖാജ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അജ്മീർ ഖാജ എന്നോട് അങ്ങനെ ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്, അജ്മീർ ഖാജ എന്നോട് ചികിത്സിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്രവണതയൊക്കെ നാം കാണാറുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, മുത്തുനബി അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ആ ചെറുപ്പക്കാരൻ്റെ നെറ്റിയിൽ ചുംബിച്ചു, കവിളത്ത് ചുംബിച്ചു. അങ്ങനെ ചുംബനമെല്ലാം കൊടുത്തതിന് ശേഷം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഇത്രയും നാളുകൊണ്ട് 37 കോടി, ഒന്നും രണ്ടൊന്നുമല്ല, അവൻ്റെ ഉപ്പുപ്പാടെ കാലം കൂടി കണക്ക് കൂട്ടിയാലും എത്തൂല, ഏതായാലും ഇരിക്കട്ടെ, 37 കോടി സ്വലാത്ത് നീ എനിക്ക് ചെല്ലിയില്ലോ, അതും ഒക്കെ അതിൻ്റെയൊക്കെ മഹത്വം കൊണ്ട് നീ ഒരു കാര്യം ചെയ്തോളൂ, നീ ഇവിടെ ഇരുന്നോ, നീ ഒരു നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ അരികത്തേക്ക് വരും, നീ ഒന്നും തേടിപ്പോകണ്ട, നീ ഗൂഗിൾ പേ ഒന്നും ചെയ്യണ്ട, നിനക്ക് ആവശ്യമുള്ളത് ഇവിടെ കൊണ്ടുവന്ന് തരാൻ ഞാൻ ആളുകളെ പറഞ്ഞയച്ചോളാം. മാത്രമല്ല, നിനക്കൊരു 3 ഏക്കർ സ്ഥലവും നിനക്ക് ഇരിക്കാനുള്ള ഒരു ആശ്രമം ഉണ്ടാക്കണമല്ലോ, ഒരു മജ്‌ലിസ്, അതിനുവേണ്ടി ഒരു 3 ഏക്കർ സ്ഥലവും അത് കെട്ടിടങ്ങളും മണിമന്ദിരങ്ങളും വരുന്ന അന്തേവാസികളായി അവിടെ കൂടുന്ന ആശ്രമത്തിൽ വരുന്ന സന്യാസികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇരിക്കാനും നടക്കാനും കിടക്കാനും 37 കോടി ഉൾപ്പെടെയൊക്കെ ചെല്ലാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള ഒരു 3 ഏക്കർ സ്ഥലവും വാങ്ങാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് എന്നെ മുഹമ്മദ് നബി എനിക്ക് മുത്തം തന്ന് എൻ്റെ അരികത്ത് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പാവം ചെറുക്കൻ പറഞ്ഞു. അതൊരു കേട്ടിട്ട് എനിക്കൊരു വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം എന്താ, എത്രയോ നാളുകളായി
ഏർവാടി പോകുന്നവരുടെ കൂടെ അവിടുത്തെ ഇബ്രാഹിം ബാദുഷ പറഞ്ഞിട്ടോ നീ ഇരുന്നോ, നീ ചികിത്സിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയേക്കണമെന്ന് പറയുന്നു. ഖാജ മുഈനുദ്ദീൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ചികിത്സ തുടങ്ങിയിരിക്കുന്നത്, ഇവിടെ ആണ്ട് നേർച്ച നടത്തുന്നതെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരിയ്ക്കുന്നു. അതുപോലെ തന്നെ അതിനൊക്കെ മുമ്പ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലേക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചെന്നും കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എ പി അബൂബക്കർ മുസ്ലിയാരും കൂടി അതിൻ്റെ ഉള്ളിൽ പോയിന്നും അങ്ങനെ റസൂലുള്ളാഹിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചു എന്നൊക്കെ പകരാന്ന് പറഞ്ഞൊരു മുസ്ലിയാർ പറയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ ഈ മുസ്ലിയാക്കന്മാർ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞു ഇത് അപകടമാണ്, ഇത് അനർത്ഥമാണ്, ഇത് നാശമാണ്. ഇങ്ങനെ നിങ്ങൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ ഇത്ര നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചാൽ നിങ്ങളുടെ മൗലിദ് സദസ്സുകളിലും നിങ്ങളുടെ വീടുകളിലും നിങ്ങൾക്ക് കാണാൻ മാത്രം നടന്നു വരുന്ന ഒരാളാണ് മുഹമ്മദ് നബി എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ ആ തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾ ആ പറയുന്നത് അപകടമാണ് എന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞു. തലയെക്കെട്ടുകാരന്മാരെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ കാസിമിയുടെ ഭാഷയാണ് തലയെക്കെട്ടന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മൗലിയന്മാരിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. നിങ്ങളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ നബിയെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ നിസ്സാരവൽക്കരിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളുടെ പൊതുയോഗത്തെ നിയന്ത്രിക്കാൻ വരുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ ശംസുൽ ഉലമ ക്രിസ്ത്യാനികളുമായി വാദപ്രതിവാദം നടത്തിയപ്പോൾ ശംസുൽ ഉലമയുടെ ക്രിസ്ത്യാനിയോടുള്ള വാദപ്രതിവാദം വിജയിച്ചത് ശംസുൽ ഉലമ അന്ന് സ്റ്റേജിൽ വേറെ ആരെയും ഇരുത്തിയില്ല. ശംസുൽ ഉലമ ഒറ്റയ്ക്കാണ് സ്റ്റേജിലുണ്ടായത്. എന്താ സ്റ്റേജിൽ വേറെ ആരെയും ഇരുത്താതിരിക്കാൻ കാരണം? ശംസുൽ ഉലമ വാദപ്രതിവാദം നടത്തുന്ന സ്റ്റേജിൻ്റെ നേരെ മുകളിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നു എന്നും നബി അവിടെ ഇരുന്നത് കൊണ്ടാണ് ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ ക്രൈസ്തവരുമായി നടത്തിയ വാദപ്രതിവാദം വിജയിച്ചതെന്നും തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾ മൈക്ക് വെച്ച് കെട്ടി പറയാൻ തുടങ്ങിയപ്പോൾ, തലേക്കെട്ടുകാരന്മാരെ നിങ്ങൾ ശംസുൽ ഉലമ പ്രസംഗിക്കുന്ന പ്രസംഗ സദസ്സിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്ന ശംസുൽ ഉലമ എഴുന്നേറ്റ് നിന്നപ്പോൾ മൈക്കിൻ്റെ ഓപ്പറേറ്റർമാർ കൂടാതെ മൈക്ക് സ്വന്തമായി പൊങ്ങി. ശംസുൽ ഉലമയുടെ പൊക്കത്തിന് ഒപ്പം മൈക്ക് സ്വന്തമായി പൊങ്ങിയെന്ന് നിങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തലേക്കെട്ടുകാരന്മാരെ നിങ്ങളുടെ പ്രസംഗം അപകടമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു നീ CM വലിയുല്ലാഹി ഒരു ഒലിയാണ്. അത് CM അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച ആളാണ്, ഒരൊന്നാന്തരം ആലിമാണ്, ദർസ് നടത്തിയ മുദരിസാണ്. പക്ഷേ 10-39 കൊല്ലം മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടാണോ, അള്ളാഹുവിനെ ചിന്തിച്ച് മനുഷ്യലോകം, ആ മനുഷ്യൻ്റെ മനസ്സ് മാറിപ്പോവുകയും ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം എത്തി. അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരാളായാൽ ജദുവിൻ്റെ ഹാല് എന്ന് പറയും, മജുദൂബികൾ. അങ്ങനത്തെ ഹാലിലുള്ള ഒരാളെ പിൻപറ്റാനോ അയാൾ പറയുന്നത് കേൾക്കാനോ അയാൾ പറയുന്നതനുസരിച്ച് ഫാത്തിഹ ഓതാനോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധ ശരീഅത്തിൽ അങ്ങനെ നിയമമില്ല. അദ്ദേഹം ഭ്രാന്താണ്, മാനസിക കുഴപ്പമാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മാറണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖബർ, മരിച്ചു കഴിഞ്ഞ് ഖബർ വന്നാലോ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം, അദ്ദേഹത്തിന് വലിയായിട്ട് നിങ്ങൾ കാണാം. അദ്ദേഹം മുമ്പ് ആലിമായിരുന്നു, ആ സമയത്തൊക്കെ അദ്ദേഹം നല്ല രീതിയിലാണ് ജീവിച്ചത്, ആ ഹാലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് വിശ്വസിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരികത്ത് പോയി എന്നെ രക്ഷിക്കണേ, നിങ്ങളല്ലാതെ എനിക്കൊരു തുണയില്ല, നിങ്ങളല്ലാതെ എനിക്ക് ആരുമില്ല എന്നൊന്നും പറയരുത്. അത് അള്ളാഹുവിന് വിട്ട് കൊടുക്കണം. അള്ളാഹുവാണ് സർവശക്തൻ, അള്ളാഹുവാണ് ഖാദിർ, അള്ളാഹുവാണ് സമീഅ, അള്ളാഹുവാണ് ബസീർ, അള്ളാഹുവാണ് ഹയ്യ്. എല്ലാം അള്ളയാണ്. അള്ളാഹ്ക്ക് അപ്പുറത്ത് അള്ളാഹിന്റെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് ചാർത്തി കൊടുക്കരുത് എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഒന്നും നിന്നില്ല കാര്യം. ഒരു പടിയോടെ മുന്നോട്ട് പോയി ഞങ്ങളോടുള്ള വാശി കൊണ്ട്.
ഒരു വടിയോടെ മുന്നോട്ട് പോയിട്ട് പറഞ്ഞു, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ CM അബൂബക്കർ മുസ്ലിയാർ, CM വലിയുള്ളാഹിയാണ് എന്ന് പറഞ്ഞു. CM അബൂബക്കർ മുസ്ലിയാർ ഈയിടെ ഒരുത്തൻ എന്നെ വഹാബിയാക്കി. ഈയിടെ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഞാനതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, പറയുക. ഒരു കാഫില എന്ന് പറഞ്ഞ ഒരു ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു പാവം ഒരുത്തൻ തല തടിപ്പണിക്ക് പോവുകയാണെങ്കിൽ ഒരു 1000 രൂപ 2000 രൂപ കൂലി മേടിക്കാം, അതിനുള്ള ആരോഗ്യങ്ങൾക്കുണ്ട്. പക്ഷേ അയാൾ ഒരു മൈക്കും എടുത്ത് വെച്ച് കെട്ടിക്കൊണ്ട് ലോകം മുഴുവനും കറങ്ങി നടക്കുക. എന്നിട്ട് ഓരോരുത്തരും വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുക, CM മുസ്ലിയാരെ പറ്റി, CM വലിയുള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അമ്മി കുത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ ഔലിയാനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരുത്തനുണ്ട്. തെക്കങ്ങാണ്ടുള്ളവനാണെന്നാണ് പറഞ്ഞത്. അവൻ ഈയിടെ അടുത്ത കാലത്ത് പറയുകയാണ്, രണ്ടാർക്കര മീരാ മൗലവി എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ അടുത്ത് എച്ചിപ്പാറ എന്ന് പറയുന്ന ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് ഒരു പാവപ്പെട്ട കാക്കാനെ കണ്ടപ്പോൾ, ഒരു മദ്രസ മൗലിയാരാ, അയാളെ കണ്ടപ്പോൾ അയാളോട് ചോദിക്കുക, ഈ ആശാൻ രണ്ടാർക്കര മീരാ മൗലവിനെ അറിയുമെന്ന്. അദ്ദേഹം പറഞ്ഞു, അറിയാം, അദ്ദേഹത്തിൻ്റെ വീഡിയോയും ഞാൻ കേൾക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാളെ മറുപടി പൂർത്തിയായും പറയാൻ അയാളെ അനുവദിക്കുന്നില്ല. അയാൾ ഉടനെ തന്നെ പറയുക അയാളോട്, ഈ ആ പറഞ്ഞ രണ്ടാർക്കര മീരാൻ മൗലവിയില്ലേ, കടുത്ത വഹാബിയാ, വെള്ളം ചേരാത്ത കടുത്ത വഹാബിയാണ്. കടുത്ത വഹാബിയാ. ഇയാൾ പറഞ്ഞു കൊടുക്കുക, കടുത്ത വഹാബിയല്ല, ഞാൻ കടുത്ത മുസ്ലിമാ, നിന്നെപ്പോലത്തെ മുശ്രിക്കല്ല, നിന്നെപ്പോലത്തെ ബഹുദൈവ വിശ്വാസിയല്ല, നിന്നെപ്പോലത്തെ സൃഷ്ടികൾക്ക് അല്ലാഹുവിന്റെ മുഴുവനും ഗുണവും ചാർത്തി കൊടുത്തുകൊണ്ട് ആ പേരിൽ ജീവിക്കാൻ നടക്കുന്ന ആളല്ല ഞാൻ കടുത്ത മുസ്ലിമാണ്. നീ പറഞ്ഞ ആ വഹാബി ആ പേരിട്ട് നീ എന്നെ വിളിച്ചാൽ എനിക്ക് പരാതിയില്ല. ഞാൻ ആ വഹാബികളെ അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. ഞാനിവിടെ കാണുന്ന മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് പറയപ്പെടുന്ന ആളുകളൊക്കെ ഒന്നാം തരം മുസ്ലിങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഏറ്റവും നന്നായി നമസ്കരിക്കുന്നവരും, ഏറ്റവും നന്നായി ഹജ്ജ് ചെയ്യുന്നവരും, ഏറ്റവും നന്നായി ഉംറ ചെയ്യുന്നവരും, ഏറ്റവും നന്നായി പലിശ ഉൾപ്പെടെയുള്ള നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ച് ജീവിക്കുന്നവരുമാണ്. അത്തരക്കാരെ ഞാൻ എങ്ങനെയാണോ കാഫറാക്കണത്? അത്തരക്കാരൊക്കെ കാഫറാക്കണം നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളങ്ങ് ചെയ്താൽ മതി. എനിക്കാ പണിയില്ല. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ അയൽവക്കത്തുള്ള മുഹമ്മദും മുസ്ലിമാണ്. അതിൻ്റെ അയൽവക്കത്തുള്ള മുഹമ്മദ് മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പറ്റിയ ഉപകരണമൊന്നും എൻ്റെ കയ്യിലില്ല. അതൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ ജീവന മാർഗം ഉണ്ടല്ലോ, മരിച്ചുപോയി കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അതും ഒരു വലിയ, അതും ഒരു പണ്ഡിതൻ, അതും ഒരു നല്ല രീതിയിൽ ജീവിതം നയിച്ച പണ്ഡിതൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലക്കാർ മുഴുവനും അദ്ദേഹം വലിയാണെന്ന് പറയുകയും ചെയ്ത ഒരു മനുഷ്യനാണ് CM അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങളെന്നെ വഹാബിയാക്കി. എന്താ കാരണം? ഞാൻ 20 പ്രാവശ്യം മടവൂരിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു എന്ന്. പച്ച കളവ് പറയുന്നതിന് ലൈസൻസ് എടുത്ത് നിങ്ങളൊക്കെ എന്തിനാ നരകം ചോദിച്ചു വാങ്ങാൻ നടക്കുന്നത്? പച്ച കളവ് പറയുന്നത് ഞാൻ 20 പ്രാവശ്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു സ്ഥലത്തും. എൻ്റെ ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം മടവൂർ CM അബൂബക്കർ മുസ്ലിയാരെ കണ്ടു എന്നല്ലേ ഞാൻ പറഞ്ഞത്. 20 എണ്ണാൻ പറ്റുമോ? ഞാൻ 20 എണ്ണെങ്ങനെ? ഞാൻ കോഴിക്കോടുമായി ചെറുപ്പം മുതൽ ബന്ധമുള്ള ആളല്ലേ. ചെറുപ്പം മുതൽ ഈങ്ങാപ്പുഴയിലും ബാലുശ്ശേരിയിലും താമരശ്ശേരിയിലും അങ്ങനെ കൊടുവള്ളി ഉൾപ്പെടെയുള്ള ഈ ബഹുമാനപ്പെട്ട മടവൂർ താമസിച്ച ഷെയ്ഖിൻ്റെ പള്ളിയുടെ ആ പരിസരമൊക്കെ ഇത് ദൈനംദിനം നടക്കുകയും ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളല്ലേ ഞാൻ. അങ്ങനത്തെ ഞാൻ 20 പ്രാവശ്യം അങ്ങനെ ആവണേ. 20 അല്ല 200 അല്ല പ്രാവശ്യമല്ല കണ്ടേക്കണത്. എന്നിട്ട് പറയുകയാണ് ഈ കാഫിലക്കാരനുമായിട്ട് തെണ്ടി നടക്കുന്നവൻ. 20 പ്രാവശ്യം കണ്ടു, എന്നിട്ട് ഒരു ഫലവും കിട്ടിയില്ല. കാണേണ്ടതുപോലെ കണ്ടില്ല. അബൂജഹൽ മുഹമ്മദ് നബിയെ കണ്ടതുപോലെയാണ് രണ്ടാർക്കര മീരാ മൗലവി CM അബൂബക്കർ മുസ്ലിയാരെ കണ്ടതെന്നാണ് ഈ കാഫില കച്ചവടം നടത്തുന്ന കാഫിലയുമായിട്ട് കണ്ടവർ കറാമത്ത് കണ്ടിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന എന്താ അവനെക്കുറിച്ച് പറയുക?
പറയുകയാണ് 20 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബീനെ അബൂജഹൽ കണ്ടതുപോലെ ആയിപ്പോയി, ശരിക്കും കണ്ടില്ല എന്ന്. ശരിക്കും കണ്ടായിരുന്നെങ്കിലോ അബൂജഹലിന് ഹിദായത്തായേനെന്ന്. എങ്ങനെയാടോ ഹിദായത്താവണേ? ശരിക്കും നബിയെ കണ്ടാൽ ഹിദായത്താവുമോ? ശരിക്കും അബൂജഹല് ജീവിതകാലം മുഴുവനും നബിയുടെ വീട്ടിൽ പോയി തപസ്സിരുന്നാൽ ഹിദായത്താവൂടോ? നിന്റെ വിശ്വാസം അനുസരിച്ചാവും, പക്ഷെ എൻ്റെ വിശ്വാസം അനുസരിച്ചാവൂല. എൻ്റെ വിശ്വാസം അനുസരിച്ച് നബി ഒരാൾക്ക് ഹിദായത്താക്കണ പരിപാടി നബിക്കില്ല. നബിയുടെ അരികത്ത് ഒരാൾ ഇരുന്നു എന്നുള്ള കാരണത്താൽ അല്ല അയാൾ ഹിദായത്താവണേ. അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നു. അബൂജഹലിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ല, അതുകൊണ്ടായില്ല. ഈ ഉമറും ഈ അബൂജഹലിനെയും വെച്ചുകൊണ്ട് പുന്നാര നബി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാ, പടച്ചവനെ രണ്ടാലൊരു ഉമറിനെ നീ ഹിദായത്ത് കൊടുത്ത് എൻ്റെ കൂടെ നിർത്തി ഇസ്ലാമിനെ ശക്തിപ്പെടുത്തി താന്ന്. ആ ദുആ കാരണം ഉമർ ഇപ്പുറത്ത് വന്നേന്ന്. അപ്പോൾ അബൂജഹൽ പുന്നാര നബിയെ കണ്ടതുപോലെ ആയിപ്പോയി. ശരിക്കും കാണാത്തതുകൊണ്ടാ മീരാ മൗലവി, രണ്ടാറുകര മീരാ മൗലവിക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ അനുഭവമൊന്നും CM വലിയുള്ളവിടെ ഇല്ലാതെ പോയെന്ന്. ഇത് വിവരക്കേടായി പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പം നിങ്ങളുടെയൊക്കെ ഈ പ്രചരണമാണ് ഇന്ന് ഈ ചെറുക്കനെ കൊണ്ട്, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. കാരണം എന്താ, മുമ്പും ഇങ്ങനെ ആലിമീങ്ങൾ പറയാറുണ്ടല്ലോ, നബി അരിയത്ത് വരാറുണ്ട്, നബി സ്റ്റേജിൻ്റെ മുകളിൽ വരാറുണ്ട്, നബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എനിക്കിങ്ങനെ പറഞ്ഞാൽ എന്താ, നബി ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കച്ചവടം വിജയിക്കൂലോ, എനിക്ക് പണക്കാരനാകാമല്ലോ എന്ന് അയാൾ വിചാരിച്ചു. ആ പാവം ചെറുപ്പക്കാരൻ അയാളത് പറയണു. അതിലല്ല ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അദ്ദേഹം എത്രയോ പ്രഗത്ഭന്മാരായ ആലിമീങ്ങളെന്ന് മുദ്ര കുത്തിയവർ തനി വിവരക്കേടും തനി ഇസ്ലാമിൻ്റെ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ കാഫിലക്കാരനെ പോലെ എത്ര ആളുകൾ ഇസ്ലാമിൽ നിന്ന് ദൈനംദിനം പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട്. അതുകൊണ്ട് ഈ പയ്യനിങ്ങി പറഞ്ഞു നടക്കുന്നതിന് ഞാൻ അത്ഭുതപ്പെടുന്നില്ല. കാരണം ഇന്ന് മൗലിയന്മാരൊക്കെ ദുആ ചെയ്യുന്ന അങ്ങനെയാണോ? യഖ്ളത്തിൽ പുന്നാര നബിയെ കാണാൻ തൗഫീഖ് ചെയ്യണേ. യഖ്ളത്തിൽ അഥവാ ഉണർച്ചയിൽ, ഉറക്കത്തിൽ സർവ്വസാധാരണമായി എല്ലാവർക്കും മുഹമ്മദ് നബിയെ കാണാൻ പറ്റുന്ന ഏതോ ഊളകൾ പറയണത്. എന്ത് ഊളത്തരമായി പറയണത്? പുന്നാര നബിയെ സ്വപ്നത്തിൽ ഏത് ഊളയ്ക്കും കാണാമെന്ന്, ഏതവനും കാണാമെന്ന് ഒരു മൊയ്ലിയാർ പറഞ്ഞതാ. എല്ലാ നബീനെ സ്വപ്നത്തിൽ കണ്ടു, അത് പറഞ്ഞതാ. സ്വപ്നത്തിൽ കണ്ടുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും സാധിക്കണ കാര്യമല്ലേ? നേരിട്ട് കണ്ടു. നേരിട്ട് കണ്ടതാരാ? മറ്റേ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അങ്ങനെ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരും വേറൊരു മൊയ്ലിയാരും വേറൊരു മുല്ലാക്കാക്കും ഒക്കെ കാണാമെങ്കിൽ പിന്നെ ഈ പുള്ളിക്കാരൻ ചെറുക്കന് കാണാൻ പാടില്ലേ? നബീനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കില്ലേ എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞില്ലേ? നിങ്ങൾ ഇല്ലാത്ത കഴിവും കറാമത്തും ചാർത്തി ഓരോ മനുഷ്യന്മാരെയും വലുതാക്കുക വഴി സാക്ഷാൽ അല്ലാഹു വലുതാക്കുന്നവരെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് പരിശുദ്ധ ദീനിന് കോട്ടമാണ് എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ? അതാ ഇപ്പം ഈ കരുനാഗപ്പള്ളിക്കാരൻ പുലർന്നു കാണുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.